അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തിൻ്റെ പേര് ഹൂദ് എന്നാണല്ലോ. നോഹ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആദ് സമൂഹത്തിലേക്കാണ് ഹൂദ് എന്ന പ്രവാചകനെ അള്ളാഹു നിശ്ചയിച്ചത്. കഴിഞ്ഞ ആയത്തിന് മുമ്പത്തെ ആയത്തിൽ നോഹ് നബിയുടെ ചരിത്രം പറഞ്ഞവസാനിപ്പിച്ച ആയത്തിൽ അള്ളാഹു നോഹ് നബിയോട് പറഞ്ഞതായി വന്നത് നാം പഠിച്ചതാണ്. അതായത് താങ്കൾക്ക് ശേഷം പിൽക്കാലത്ത് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിഷേധിക്കുകയും ചെയ്യുന്ന ധിക്കാരികളെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില സമൂഹങ്ങളും വരാനിരിക്കുന്നു എന്ന് നോഹ് നബിയോട് അള്ളാഹു പറഞ്ഞല്ലോ. അള്ളാഹു അവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതാണ്. ഇങ്ങനെ അള്ളാഹു നോഹ് നബിയോട് പറഞ്ഞതിന് ശേഷം വന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിച്ച ആദ്യത്തെ നിഷേധികളായ സമുദായമായി കണക്കാക്കപ്പെടുന്നത് ഹൂദ് നബിയുടെ സമൂഹമായ ആദ് സമുദായമാണ്. ഇവരെക്കുറിച്ചുള്ള ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞ സൂറത്ത് അറാഫിലും സൂറത്ത് തൗബയിലുമൊക്കെ വന്നതാണ്. വലിയ ശക്തിയും ശരീര ആകാരവും ഉണ്ടായിരുന്ന, ചരിത്രത്തിലെ തന്നെ അതിശക്തന്മാരായിരുന്ന ആളുകളായിരുന്നു ആദ് സമൂഹത്തിലെ ആളുകൾ. അവരെ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിച്ചപ്പോൾ അവർ തലപോയ ഈത്തപ്പന നിലത്ത് പതിക്കുന്നത് പോലെയാണ് വീണത് എന്ന് ഖുർആനിൽ അവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. നോഹ് നബിക്ക് ശേഷം വന്ന ആദ്യത്തെ പ്രവാചകനാണ് ഹൂദ് നബി എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. അവർക്കിടയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവാം. ഹൂദ് നബിയുടെ സമുദായത്തിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന 50, 51 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. വൈലാ ആദിൻ അഹാഹും ഹൂദാ قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون وإلى عاد ആദ് സമൂഹത്തിലേക്കും അഹാഹും ഹൂദ അവരുടെ സഹോദരൻ ഹൂദിനെ മുമ്പ് നോഹ് നബിയെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നിയോഗിച്ചു എന്ന് 25-ാമത്തെ ആയത്തിൽ പറഞ്ഞ ശേഷം നോഹ് നബിയുടെ കഥ തുടരുകയായിരുന്നല്ലോ 49-ാമത്തെ ആയത്ത് വരെ. അതിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയാണ്, ആദ് സമൂഹത്തിലേക്കും നാം അയച്ചു, അവരുടെ സഹോദരൻ ഹൂദിനെ പ്രവാചകനായി കൊണ്ടയച്ചു. അത് സമൂഹത്തിൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള, അവർക്കിടയിൽ ജീവിച്ച, അവർക്ക് നന്നായി അറിയുന്ന സ്വഭാവ ഗുണങ്ങളിൽ അവരിൽ വിശിഷ്ടനായിരുന്ന വ്യക്തി, അതാണ് അവരുടെ സഹോദരൻ എന്ന് ഹൂദ് നബിയെ വിശേഷിപ്പിച്ചത്. കാല അദ്ദേഹം പറഞ്ഞു, ഹൂദ് നബി പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനസമൂഹമേ, അഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഇലാഹില്ല. അധിക പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് ഒരു സമുദായം അങ്ങേയറ്റം വഴികേടിലാവുമ്പോഴാണ്. അള്ളാഹുവിനോട് ഏറ്റവും വലിയ നന്ദികേട് കാണിച്ചുകൊണ്ട് ബഹുദൈവാരാധന നടത്തിക്കൊണ്ടിരുന്ന സമൂഹങ്ങളിലേക്കാണ് അധിക പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായങ്ങളോട് ആദ്യം പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ദൈവമായി അംഗീകരിക്കുകയോ ആരാധിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാവതല്ല. അതുമാത്രമല്ല, അള്ളാഹു മാത്രമാണ് ദൈവം എന്നത് തന്നെയാണ് ഇസ്ലാമിക സന്ദേശത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടുകൂടിയാണ് പ്രവാചകന്മാർ ആദ്യം ഈ തൗഹീദിൻ്റെ സന്ദേശം അവരുടെ ജനതകളിലേക്ക് എത്തിക്കുന്നത്. ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, നിങ്ങൾ ഇല്ലാത്തത് കെട്ടിയുണ്ടാക്കുന്നവർ, കെട്ടിച്ചമക്കുന്നവർ മാത്രമാവുന്നു. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദൈവങ്ങളാക്കി ആരാധിക്കുന്നതൊക്കെ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥകളാണ്. തുടർന്ന് അദ്ദേഹം അവർ നന്നാവാൻ വേണ്ടി അവരിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന കാര്യം അവരോട് പറയുകയാണ്. യാ ഖൗമി, എൻ്റെ ജനസമൂഹമേ, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഇതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ഈ പണി എടുക്കുന്നതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. മറിച്ച് നിങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ്.
ഇസ്ലാമിക പ്രബോധന പ്രവർത്തകരെല്ലാം അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള ആയത്ത് ഇതിനു മുമ്പ് വന്നപ്പോൾ അക്കാര്യം നാം വിശദീകരിച്ചതാണ്. ഞാൻ എന്തെങ്കിലും ഭൗതിക താല്പര്യത്തിനു വേണ്ടിയല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻ അജ്രിയ ഇല്ല അലല്ലദീ ഫതറനി, എൻ്റെ കൂലി, എൻ്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ചവൻ്റെ മേലുള്ളതാണ്. എനിക്കുള്ള പ്രതിഫലം എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബാണ് തരിക. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ത്യാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ഹിദായത്തിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നു. ഞാൻ ചിലവഴിക്കുന്ന അധ്വാനത്തിനും ത്യാഗപരിശ്രമങ്ങൾക്കും ഞാൻ നിങ്ങളിൽ നിന്നോ മറ്റാരെങ്കിലും പക്കൽ നിന്നോ കൂലി വാങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ കൂലി എനിക്ക് എൻ്റെ റബ്ബ് തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മാത്രം ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെന്താ ഇതൊന്നും ആലോചിക്കാൻ കഴിയാത്തത് എന്നാണ് ഹൂദ് നബി തൻ്റെ ജനതയോട് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.